അതാണ്. ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. SFI ആ തരത്തിൽ വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഈ രീതിയിലുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത പ്രവർത്തനം നടത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് എല്ലാ പ്രശ്നങ്ങളും ശരിയായ രീതിയിൽ പരിഹരിച്ച് പ്രശ്നമില്ലാത്ത നിലയിൽ ക്യാമ്പസിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് SFI കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ SFI മാത്രമൊന്നുമല്ലല്ലോ, ധീരജിനെ കൊന്നത് SFI-യാണ്. ക്യാമ്പസിൽ സംഘർഷവും കൊലലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയതല്ല. ഒരു KSUക്കാരനെയും കേരളത്തിൽ ഒരു SFI-കാരനും കൊന്നിട്ടില്ല. ഇവിടെ കൊന്നത് മുഴുവൻ KSUക്കാരും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളും SFI-കാരെയാണ് കൊന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം SFI-കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നുള്ള തിരുത്തായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കണ്ട. അല്ല എന്നുള്ളത് മാത്രമല്ല, SFI-കാരെയാണ് മൃഗീയമായിട്ട് ക്യാമ്പസിൽ കൊന്നു തള്ളിയിട്ടുള്ളത്. അതൊക്കെ ശരിയാണെങ്കിൽ പിന്നെ അത് ശരിയാണ്. അല്ല, SFI-കാർ, അതായത് KSU ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാട് തന്നെയാണ് SFI തുടരേണ്ടത് എന്നുള്ള അഭിപ്രായത്തിലല്ല ഞങ്ങളാരും. SFI ഏതെങ്കിലും തരത്തിൽ അമ്മാതിരി ഏതെങ്കിലും കാര്യം ആ തരത്തിൽ വന്നാൽ അതിനെ ശക്തിയായിട്ട് തീർത്ത് മുമ്പോട്ടേക്ക് പോവുകയാണ് SFI ചെയ്യേണ്ടത്. അല്ല, അതായാലും ക്യാമ്പസിൽ ആകെ വരുന്നൊരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതാ കാര്യം. ജുഡീഷ്യൽ അവിടെ രക്ഷിതാക്കൾ എന്താണോ പറയുന്നത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഗവൺമെൻറ്റിന് നല്ലത്. ഞങ്ങൾക്കിപ്പോൾ അതൊന്നും മറച്ചു വെക്കാനില്ല. ഏത് അന്വേഷണമാണോ അവരുടെ രക്ഷിതാക്കൾ പറയുന്നത് എന്നത് ഗവൺമെൻറ് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോട്ടെ. ഞങ്ങൾക്കതിലൊന്നും മറക്കാനുമില്ല, ഒന്നും മാറ്റി വെക്കാനുമില്ല. പിന്നെ ഞങ്ങളെന്തിനാ അതിൽ ഭയപ്പെടുന്നത്? എത്രത്തോളം എന്ന് പറയാൻ സാധിക്കില്ല. സമൂലമായ മുന്നേറ്റമാണ്. 20 സീറ്റും ജയിക്കാൻ പോവാണ് കേരളത്തിൽ. പ്രൈവറ്റിനെ പറയുന്നത് 20 സീറ്റും ജയിക്കും. ഏതാ തോന്നണം? മലപ്പുറമല്ലേ നമുക്ക് തോന്നണ്ടേ? ഞാൻ പിന്നെ ഇതിനകത്ത് കൺവെൻഷനിൽ പങ്കെടുത്തു. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത്, അല്ലാണ്ട് വെറുതെ പറയാം ഓഫ് റെക്കോർഡാണോ? റെക്കോർഡ് തന്നെയാണ്. അല്ലെങ്കിൽ സാമാന്യ ധാരണയിൽ ആരെങ്കിലും ചോദ്യം ചോദിക്കുമോ? ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നത് എല്ലാം ജയിക്കാനല്ലേ. ഇന്ന സീറ്റ് നോക്കാൻ പോകണം, പിന്നെ ആടെ വലിയ മത്സരമുണ്ട്, അതോടുകൂടി തീർന്നില്ലേ മത്സരം? ഞങ്ങൾ 20 സീറ്റും മത്സരിച്ച് ജയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മത്സരിച്ച് ജയിക്കേണ്ട ഈ ആണ്.